ആവേശം നിറഞ്ഞ T20 ക്രിക്കറ്റ് ലോകകപ്പിനിടയിലും നിങ്ങളുടെ ശ്രദ്ധയെയും കായിക താല്പര്യത്തെയും ആകാംക്ഷയെയും അപ്പാടെ റാഞ്ചാൻ ഒരു ഫുട്ബോൾ വാർത്തയ്ക്ക് കഴിയണമെങ്കിൽ ആ വാർത്തയിലെ നായകന്റെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നായിരിക്കും. ഈ ക്രിക്കറ്റ് ലോകകപ്പ് സമയത്തും അങ്ങകലെ ഫുട്ബോൾ മൈതാനത്ത് അയാൾ ഇതിഹാസങ്ങൾ തീർക്കുകയാണ്, സ്വയം ഇതിഹാസമായി മാറുകയാണ്. കുറേ കാലത്തിന് ശേഷമാണ് ക്രിക്കറ്റ് വിട്ട് ഒരു ഫുട്ബോൾ റിലേറ്റഡ് എക്സ്പ്ലെയിനർ ചെയ്യുന്നത്. അയാൾ എന്നെയും അതിശയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരിച്ചുവരവിൽ റോണോ വീണ്ടും വിസ്മയം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഓൺലി പ്ലെയർ ടു സ്കോർ 500 ഗോൾസ് സിൻസ് ടേണിംഗ് 30. 30 വയസ്സിന് ശേഷം ആളുകളൊക്കെയും പ്രത്യേകിച്ച് കായിക താരങ്ങൾ പലരും വിരമിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത്, ആ പ്രായത്ത്, ഈ 40കളിലും അയാൾ നിർലോഭം ഗോളുകൾ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിസ്മയം എന്നല്ലാതെ എന്താണ് വിളിക്കുക? ഗോട്ട് എന്നല്ലാതെ ഏത് ഉപമയോടെ വേണം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാൻ? ദ ഡിഫറൻസ്, ദ സ്റ്റാൻഡേർഡ് റൊണാൾഡോ. ഒന്ന് നോക്കൂ, അയാൾ 30 വയസ്സാവുന്നതിന് മുമ്പ് അദ്ദേഹം നേടിയത് 463 ഗോളുകളാണ്. 30 വയസ്സിന് ശേഷം അദ്ദേഹം നേടിയിട്ടുള്ളത് 501 ഗോളുകളാണ്. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഒരുപാട് കളിക്കാരൊന്നും 500 ഗോൾസ് അവരുടെ മൊത്തം കരിയറിൽ പോലും എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഹാരി കെയ്ൻ, ഇംഗ്ലണ്ടിൻ്റെ ഗ്രേറ്റസ്റ്റ് എവർ ഗോൾ സ്കോററാണ്. അദ്ദേഹം കരിയറിൽ ആകെ നേടിയിട്ടുള്ളത് 502 ഗോളുകളാണ്. റൊണാൾഡോ ബേസിക്കലി സ്കോർഡ് ദാറ്റ് ഇൻ ഹിസ് 30s. 30കൾക്ക് ശേഷം അദ്ദേഹം ഹാരി കെയ്ൻ നേടിയ അത്രയും കരിയർ ഗോളുകൾ ഇപ്പോൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. സൗദി ഫുട്ബോൾ ലീഗിൽ ഇരട്ട ഗോളുമായി ക്രിസ്ത്യാനോ തിളങ്ങിയപ്പോൾ അൽ ഹസീമിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് അൽ നസർ തകർത്തത്. അതോടെ പോയിന്റ് പട്ടികയിൽ അൽ നസർ വീണ്ടും 1ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. 13ാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളിലൂടെയാണ് അൽ നസർ പടയോട്ടം തുടർന്നത്. 30ാമത്തെ മിനിറ്റിൽ കോമൻ ലീഡ് ഉയർത്തുന്നു. ജോവോ ഫെലിക്സിന്റെ പാസിൽ നിന്നായിരുന്നു ആ ഗോൾ പിറന്നത്. 79ാമത്തെ മിനിറ്റിലായിരുന്നു റൊണാൾഡോയുടെ 2ാം ഗോൾ പിറന്നത്. അതിനും 2 മിനിറ്റ് മുമ്പ് 77ാം മിനിറ്റിൽ ഏഞ്ചലോ ഗബ്രിയേലും അൽ നസറിനായി ഗോൾ നേടിയിരുന്നു. അപ്പോൾ ക്ലബ്ബുമായി ഉടക്കി മത്സരങ്ങൾ ബഹിഷ്കരിച്ച ശേഷമുള്ള തിരിച്ചുവരവിലും മിന്നും ഫോം തുടരുകയാണ് 41 വയസ്സുകാരനായ പോർച്ചുഗൽ ഇതിഹാസമെന്ന് തന്നെ പറയാം. ഈ ഗോളോടെ കരിയറിൽ അദ്ദേഹത്തിൻ്റെ ഗോളുകളുടെ എണ്ണം 964ആയി. 1000 ഗോളും ഒരു ലോകകപ്പും എന്ന വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് റോണോ ഇപ്പോൾ കണ്ണുവെക്കുന്നത്. ലോകകപ്പ് എന്ന സ്വപ്നം നടക്കുമോ എന്ന് ഉറപ്പില്ലെങ്കിലും ഇങ്ങനെ പോവുകയാണെങ്കിൽ 1000 കരിയർ ഗോൾ ഉറപ്പായും സാധ്യമാകും. കാരണം അയാൾ ഇപ്പോഴും കളിക്കുന്നത് 41 വയസ്സാണെങ്കിലും 21ൻ്റെ ചെറുപ്പവുമായിട്ടാണ്. കൗമാരവും യുവത്വവും പിന്നിട്ടിട്ടും തനിക്ക് പ്രായമായിട്ടില്ലെന്ന് വാശി പിടിക്കുന്ന ഒരു മനസ്സാണ് അയാൾക്കുള്ളത്. ആ വീറിൽ ഏത് ഉയരത്തിൽ വരുന്ന പന്തിനും അയാൾ തലവെക്കുന്നുണ്ട്, ഏത് ഡിഫൻസ് മെക്കാനിസത്തിലേക്കും നൂണ്ടു കയറുന്നുണ്ട്, എതിർ ബോക്സിലേക്ക് മുങ്ങാൻ കുഴിയിടുന്നുണ്ട്. മുന്നിലുള്ള ലക്ഷ്യം ഒന്ന് മാത്രമാണ്, പന്തിനെ വല തൊടിയിക്കണം. 1 അല്ല, 10 അല്ല, 100 അല്ല, 964 തവണ അത് തന്നെ ചെയ്തിട്ടും അയാൾക്ക് മതിയായിട്ടില്ല, മതിയാവുകയുമില്ല. അയാളെക്കുറിച്ച് അറിയുന്നവർക്കെല്ലാം അത് നിശ്ചയമാണ്. പഴകും തോറും വീര്യം കൂടുന്ന പറങ്കി DNA ഉള്ള വീഞ്ഞാണ് CR7. ലോകം കീഴടക്കിയതും കണ്ടെത്തിയതുമായ പര്യവേക്ഷകരിൽ പലരും പോർച്ചുഗീസുകാരായത് ഒരുപക്ഷെ ആ രാജ്യത്തിൻ്റെ സവിശേഷത കൊണ്ട് കൂടിയാവാം. വാസ്കോഡി ഗാമയും മെഗല്ലനും ഒക്കെ ഉദാഹരണമാണ്. ഇന്നിതാ ഈ ആധുനിക ലോകത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ ലോകത്തെ പുതിയ റെക്കോർഡുകൾ തേടിപ്പിടിക്കുന്ന നമ്പർ 1 പര്യവേക്ഷകനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് ഒരു 3 ആഴ്ച മുമ്പ് ഫെബ്രുവരി 5-ന് 41 വയസ്സ് തികഞ്ഞ അന്ന് റൊണാൾഡോ സൗദി പ്രോ ലീഗ് ക്ലബ്ബായ അൽ നസറുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അൽ നസർ ക്ലബിൻ്റെയും ക്ലബിനെ നിയന്ത്രിക്കുന്ന സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് അഥവാ PIF ഉടമകളോടും തെറ്റിയിട്ടായിരുന്നു ആ സമയത്ത് റൊണാൾഡോ ഒരു വേർപിരിയലിന്, സൗദിയിൽ നിന്നുള്ള ഒരു വേർപിരിയലിന് വക്കിലെത്തി നിന്നത്. കിരീടം നേടാൻ അൽ ഹിലാലിനെ PIF അകമഴിഞ്ഞ് സഹായിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. ഹിലാലിൻ്റെയും അൽ നസറിൻ്റെയും വേറെയും 2 ടീമുകളുടെയും ഓണർഷിപ്പ് ഇതേ PIF-നാണ്. എന്നാൽ ഈ പിണക്കങ്ങൾക്കിടയിലും ലീഗിൽ ഗോൾ വേട്ടയിൽ റോണോ മുൻനിരയിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം പിണക്കങ്ങൾ അവസാനിച്ചെന്ന സൂചന കൂടിയായിരുന്നു റോണോ ഗ്രൗണ്ടിൽ കാട്ടിയത്. അപ്പോൾ ഇനി റോണോയ്ക്ക് മുന്നിലുള്ള വലിയ സ്വപ്നം 1000 ഗോൾ എന്നതുപോലെ തന്നെ ലോകകപ്പാണ്. ഒരുപക്ഷെ 6ാമത്തെ തവണയും കപ്പെന്ന ആ ഒരു സ്വപ്നവുമായി റോണോ ഈ ലോകകപ്പിനും ഇറങ്ങും. അപ്പോഴേക്കും കരിയർ ഗോളുകൾ 1000 എന്ന കടമ്പയ്ക്ക് അടുത്ത് എത്തിയിട്ടുണ്ടാകും. കഴിഞ്ഞ തവണ നമുക്കറിയാം യൂറോ കപ്പിനായി മത്സരിച്ച ഒരു റോണോ ഉണ്ടായിരുന്നു, ഏതാണ്ട് 2 വർഷം മുമ്പ്. അന്ന് വീണ്ടും ഒരു യൂറോ കപ്പ് നേട്ടവുമായി തൻ്റെ 2 പതിറ്റാണ്ടോളം നീണ്ട ഫുട്ബോൾ കരിയർ അവിസ്മരണീയമാക്കുകയെന്ന പോർച്ചുഗൽ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മോഹം പൊലിഞ്ഞത് ക്വാർട്ടർ ഫൈനലിലായിരുന്നു.
അന്ന് ഫ്രാൻസിനെതിരെയുള്ള മത്സരത്തിൽ നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോൾ പിറക്കാതെ പോയ ആവേശം നിറഞ്ഞ കളിയിൽ വിജയികളെ തീരുമാനിക്കാൻ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് റഫറി വിസിൽ മുഴക്കുമ്പോൾ ഫ്രാൻസിന്റെ വിജയത്തെക്കാൾ റൊണാൾഡോയ്ക്ക് വേണ്ടി പോർച്ചുഗലിന്റെ വിജയം ആഗ്രഹിച്ചവരായിരിക്കണം ഫുട്ബോൾ പ്രേമികളിൽ കൂടുതലും. കാരണം ആ മനുഷ്യന്റെ ഫുട്ബോൾ കരിയറിന് അങ്ങനെ ഒരു പരിസമാപ്തി പെർഫെക്റ്റ് ആയൊരു കാര്യം തന്നെയായിരുന്നു അന്ന്. എന്നാൽ ഷൂട്ടൗട്ടിൽ പോർച്ചുഗൽ താരം ജോവോ ഫെലിക്സ് കിക്ക് പാഴാക്കിയപ്പോൾ ഫ്രാൻസിന്റെ 5 കിക്കുകളും ലക്ഷ്യത്തിലെത്തിയപ്പോൾ 6ാമത്തെ യൂറോ കപ്പ് ടൂർണമെന്റും കളിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ അതോടെ കണ്ണീരോടെ മടങ്ങുകയായിരുന്നു ആ തോൽവിക്ക് ശേഷം. സഹതാരം പെപ്പയെ കെട്ടിപ്പിടിച്ച് പെപ്പയുടെ കണ്ണീരൊപ്പുമ്പോൾ അയാളുടെ ഉള്ളും ഉലയുന്നുണ്ടായിരുന്നു. ഇനിയൊരു കരപറ്റാൻ ഇടയില്ലെന്ന ചിന്തയിൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ട പായക്കപ്പൽ പോലെയായിരുന്നു അത്. ശരിക്കും ഹാംബർഗിലെ സ്റ്റേഡിയത്തിൽ ഒരിക്കലും ഇങ്ങനെയൊരു മടക്കമായിരുന്നില്ല അന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ആഗ്രഹിച്ചിരുന്നത്. അയാൾക്കൊപ്പം ഫുട്ബോൾ പ്രേമികളും ആഗ്രഹിച്ചത്. കാൽപന്ത് കളിയിലെ എക്കാലത്തെയും മികച്ചവരെന്ന് പലരും അടക്കം പറഞ്ഞ വർത്തമാനകാലത്ത് ലയണൽ ആന്ദ്രേസ് മെസ്സിക്കൊപ്പം കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലധികം ഫുട്ബോൾ ലോകം നിയന്ത്രിച്ച ബാലൺ ഡി ഓർ പുരസ്കാരങ്ങൾ 5 സ്വന്തമായ ആരാധകരുടെ പ്രിയപ്പെട്ട CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ അയാളുടെ കരിയറിലെ ഏറ്റവും മങ്ങിയ യൂറോ കപ്പും കളിച്ച് മടങ്ങുമ്പോൾ ഉള്ളറിയാത്ത കായിക പ്രേമികൾ അന്ന് ഇല്ലായിരുന്നു. കളി അവസാനം അയാൾ നിരാശനായി മടങ്ങുമ്പോൾ മനസ്സിൽ വിങ്ങലുണ്ടാക്കാത്ത കായിക പ്രേമികളും ഉണ്ടാവില്ലെന്നുറപ്പാണ്. ഇതിഹാസ താരങ്ങളായ യുസേബിയോയും ലൂയി ഫിഗോയും ഒക്കെ പന്ത് തട്ടി കളിച്ചിട്ടും ഒറ്റ കിരീടവും നേടാനാവാതെ തലകുനിച്ചു മടങ്ങിയ പോർച്ചുഗീസ് പടയ്ക്ക് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടെ യൂറോയിൽ മാത്രമല്ല വൻകരകൾ അടരാടുന്ന ലോകകപ്പിൽ വരെ ഒരു ടെറർ മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത് അയാളാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാതെ നിങ്ങൾക്കൊരു ഫുട്ബോൾ ചരിത്രവും എഴുതാനാവില്ല, പൂർത്തിയാക്കാനുമാവില്ല. അയാൾ പോർച്ചുഗലിന്റെ ഫുട്ബോൾ ചരിത്രം തിരുത്തിക്കുറിച്ച താരം മാത്രമായിരുന്നില്ല, ലോക ഫുട്ബോളിൽ പോർച്ചുഗലിന് ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത താരമായിരുന്നു. 2003 ഓഗസ്റ്റിലായിരുന്നു പോർച്ചുഗലിന്റെ സീനിയർ ടീമിന് വേണ്ടി റൊണാൾഡോ ആദ്യമായി അരങ്ങേറിയത്. കസാക്കിസ്ഥാനുമായുള്ള സൗഹൃദ മത്സരത്തിൽ പകരക്കാരനായി അദ്ദേഹം അന്ന് ഗ്രൗണ്ടിലെത്തുകയായിരുന്നു. ആ മത്സരത്തിൽ പോർച്ചുഗൽ 1-0 ജയിക്കുകയും ചെയ്തു. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ ചടുലമായ ഡ്രിബ്ലിങ്ങുകളും അസാധാരണ ഷൂട്ടിംഗ് പാടവും കൊണ്ടും ഫുട്ബോൾ പ്രേമികളുടെ പ്രിയങ്കരനായി റോണോ മാറുന്നു. അതിനുശേഷം കളി മൈതാനങ്ങളുടെ രാജകുമാരനാവുന്നു. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് പദവിയിലേക്ക് ഒരു റോക്കറ്റിലേറിയെന്ന പോലെ യാത്രയും തുടങ്ങുന്നു. എന്തുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇത്രയധികം ആഘോഷിക്കപ്പെടുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഉത്തരം വളരെ സിമ്പിളാണ്. ലോകകപ്പിൻ്റെയും യൂറോ കപ്പിൻ്റെയും ഒക്കെ സമയത്ത് ഇങ്ങിവിടെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ അങ്ങാടികളിൽ പോലും മുക്കിലും മൂലയിലും നിങ്ങൾക്കൊരു പോർച്ചുഗൽ പതാക പാറിക്കളിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ മനുഷ്യൻ മാത്രമാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടയിലാണ് പരമ്പരാഗതമായി ബ്രസീലിൻ്റെയും അർജന്റീനയുടെയും ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ഒക്കെ പതാകകൾ പാറി നടന്ന നമ്മുടെ നാട്ടിൻ പുറത്ത് പോർച്ചുഗൽ ഫാൻസിനും ഫ്ലക്സിനും ഒരു ഇടം കിട്ടിയത് എന്നോർക്കണം. അതിനൊക്കെയും കാരണം ഈ മനുഷ്യനോടുള്ള ഇഷ്ടം തന്നെയാണ്. റൊണാൾഡോസ് പാഷൻ ഫോർ ദ ഗെയിം ഈസ് ആബ്സല്യൂട്ട്ലി ക്രേസി. മോസ്റ്റ് ഇന്റർനാഷണൽ ഗോൾസ്, മോസ്റ്റ് അപ്പിയറൻസ് ഇൻ മെൻസ് ഇന്റർനാഷണൽ ഫുട്ബോൾ, മോസ്റ്റ് ഇന്റർനാഷണൽ ക്യാപ്സ്, ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ക്രിസ്ത്യാനോ റൊണാൾഡോ. ലോക ഫുട്ബോളിൽ സമാനതകളില്ലാത്ത ഒരു വമ്പൻ റെക്കോർഡ് തന്നെയാണത്. ഭാവിയിൽ ഇനി മറ്റൊരു താരത്തിനും എത്തിപ്പിടിക്കാൻ അസാധ്യമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന നേട്ടം തന്നെയാണ് അദ്ദേഹം ഇതിനകം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ 1000 ഗോളിലേക്ക് ലക്ഷ്യം വെച്ചോടുന്ന ഒരു ലോക കിരീടം കൂടി നേടാൻ തന്നിൽ ഒരു ബാല്യം അവശേഷിക്കുന്നുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന റോണോയ്ക്ക് മാസങ്ങൾക്കപ്പുറം അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കുന്ന ലോകകപ്പിൻ്റെ കനക കിരീടം ചൂടാൻ ഭാഗ്യമുണ്ടാകുമോ എന്ന് നമ്മൾ കണ്ടറിയണം. മെസ്സിയെയും സച്ചിനെയും എല്ലാം അനുഗ്രഹിച്ച കാലം റൊണാൾഡോയെയും കൈപിടിക്കാതിരിക്കുമോ? കാത്തിരുന്നു തന്നെ കാണാം.